ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നോക്കിയേ, ഖാല മാദിയായ ഫീൽ അല്ലേ? ആരെക്കുറിച്ചാണ്? ഏത്? ഹൂദ് നബി, സ്വാലിഹ് നബി. സ്വാലിഹ് നബിൻ്റെ കാര്യം പറയാണ്. യാ കൗമി, സ്വാലിഹ് നബി പറയാണ് യാ കൗമി, എൻ്റെ സമൂഹമേ. അപ്പോൾ യാ എന്നുള്ളത് ഹർഫ്, കൗമി എന്നുള്ളത് ഇസ്മ. ശരിക്കും അവിടെ യാ കൗമീന്നുണ്ടാവും, യാ കളയപ്പെട്ടതാണ്. ചില സമയങ്ങളിൽ ഈ മുത്തക്കല്ലിമിൻ്റെ യാ, എൻ്റെ എന്നുള്ള അർത്ഥം വരുന്ന യാ കളയും. അറ ഐത്തും, അത് ഞങ്ങളുടെ കൗമേന്നായി. അപ്പോൾ ഇത് യാ കൗമി എന്ന് പറയുമ്പോൾ എൻ്റെ സമുദായമേ, കൗമന എന്ന് പറയുമ്പോൾ നമ്മുടെ സമുദായം. അവിടെ ശരിക്ക് ഈ യാ വന്നാൽ ഇസ്മിനിക്ക് നെസ്ബ് ചെയ്യുന്നതാണത്. അപ്പോൾ കൗമന എന്ന് പറയുമ്പോൾ ഫത്തഹത്തുകൊണ്ട് നെസ്ബ്. പക്ഷെ മുത്തക്കല്ലിമിൻ്റെ യായിലേക്ക് ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഈ യായിലേക്ക് ഇലാഫത്ത് ചെയ്ത് വരുന്ന സമയത്ത് കസ്റാണ് വരിക എപ്പോഴും. കലമീ, അബി എൻ്റെ വാപ്പ, ഉമ്മി എൻ്റെ ഉമ്മ. അല്ല, അത് കൂട്ടിയിട്ട് എഴുതുക, കൂട്ടിച്ചേർത്ത് എഴുതുക. ഇവിടെ കളഞ്ഞിക്കാണ്, ഇവിടെ അല്ല സെപ്പറേറ്റ് ആണ് എഴുതേണ്ടത്. ഇത് നമ്മൾ ഇതിന്റെ റസ്മ്, ഖുർആനിലെ റസ്മ് വേറെ. യെസ് മനസ്സിലായി. ഖുർആനിന്റെ റസ്മിനൊരു പ്രത്യേകത ഉണ്ട്. അത് റസ്മുൽ ഉസ്മാനിയുടെ ഒരു മോഡലാണ്. ഇങ്ങനെ ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. യാ എന്നുള്ളത് വേറെയും കൗമി മറ്റൊരു പദമാണ്. ഇത് ഖുർആന്റെ ഒരു പ്രത്യേകതയാണല്ലോ, പ്രത്യേക ലിപി. അതുകൊണ്ട് അങ്ങനെ വന്നതാണ്. രണ്ട് പദമാണത്. അപ്പോൾ ഒറ്റ പദമായിട്ട് മനസ്സിലാക്കരുത്. യാ എന്നുള്ളത് പറ്റില്ല. ചിലർക്കൊരു പേരിടൂല, യാസീൻ എന്ന് പേരിടും. അത് സൂറത്ത് യാസീനുള്ളത് പോലെ എഴുതാൻ പറ്റില്ല. അത് യാസീൻ തന്നെ എഴുതണം. മനസ്സിലാ സുബൈറെ? ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. കാല പറഞ്ഞത് ഇപ്പൊ കാല എന്നുള്ളത് ഫീല് മാതി. കാല മൂന്നക്ഷരമുള്ള ഫീലാണ്. യാ എന്നുള്ളത് വിളിക്കുകയാണ് നമ്മൾ. ഏ കൗമേ, എൻ്റെ കൗമേ. ആ റഅയ്തും, ആ എന്നുള്ളത് ഒരു ചോദ്യം ചോദിക്കണ അക്ഷരാണ്. റഅയ്തും ഏത്? അതെ, മുഴത്തല്ലായ ഫീലാണ്. അജുവഫായ ഫീലാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ഉള്ളു പൊള്ളയത്. അജുവഫായ ഫീലാണ്. അതിൻ്റെ ഫാവ് ഫീല് കാഫും, ലാം ഫീല് ലാമുമാണ്, ഐന് ഫീല് അലിഫാണ്. അത് രോഗികൾ ഇല്ലത്തായ ഫീലാണ്, മുഴത്തല്ലായ ഫീലാണ്. റഅയ്തും ആ റഅയ്തും ഇൻ കുന്തു. അവിടെ റഅയ്തും എന്നുള്ള നമ്മൾ അറിയാലോ. അതിൻ്റെ റഔ എന്നാ പറയാം. റഅത്ത് റഅത്ത റഅയ്ന, റഅയ്ത റഅയ്തുമാ റഅയ്തും. ആ വാതിലടച്ചില്ലേ? ആ ഫോൺ എടുത്താൽ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കും. റഅയ്തും മാലിയാഫീല്. ഇൻ ഹർഫ്, കുന്തു കാന കാനു, കാനത്ത് കാനത്ത, കുന്ന കുന്ത കുന്തുമാ കുന്തും. ഇതല്ല മറ്റേ കുന്തും. ഇൻ കുന്തു കുന്തി കുന്തുമാ കുന്തുന്ന, കുന്തു കുന്ന, കുന്തു കുന്ന. കുന്നാന്ന് പറയും ഞങ്ങൾ എന്നുള്ള. കുന്തു കുന്ന, കാരണം നമ്മൾ ഫഅൽതു ഫഅൽന എന്നല്ലേ പറയാം. അതെ, രണ്ടക്ഷരമുള്ള ഫീല് പറഞ്ഞാൽ മൂന്നക്ഷരം തന്നെ. അതിന്റെ അടിസ്ഥാനപരമായിട്ട് മൂന്നക്ഷരം ഉണ്ട്. അടിസ്ഥാനപരമായിട്ട് എന്തുണ്ട്? മൂന്നക്ഷരം ഉണ്ട്. പക്ഷെ അല്ല, കാന
കവന എന്ന് വരും. കവന കവന അല്ലല്ല കവന. ഇവിടെയാണ് തന്നെ കവല എന്ന് വരിക, കാലന്റെ കവല. ഓക്കെ, ഇങ്ങനെ ഇല്ലത്തിന്റെ അക്ഷരങ്ങളുള്ള ഫീലുകളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണം. ഇത് കാല എന്ന് പറഞ്ഞു, ഇത് കണ്ടോ, ഞാൻ ഇപ്പോൾ അടിവരട്ട് നോക്കണേ, എന്നാണിത്. ഇത് ലാം ഫീല് മുഴുത്തല്ലായതാണ്. ഫസ്റ്റത്തത് ഫാവ് ഫീല് ആണ്, അതിൻ്റെ സ്ഥാനത്ത് ഹംസയാണ്, പിന്നെ എന്തുവാണ്, യാ ആണ് കുൻതു, അതും കാന അജുവഫാണ്. ഈ കാലന്റെ നമ്മൾ പറയാം കുൽത്തു എന്നാ പറയാ, കാലന്റെ കുൽത്തു എന്നാ പറയാ. ഇതുപോലെ കാനന്റെ കുൻതു പോലെ, സാനന്റെ സുൻതു, അങ്ങനെ വരും. അലാ ബയ്യനത്തിൻ, അലാ ഹർഫ് ജാറ്, ബയ്യനത്തിൻ മജ്റൂർ, മിൻ ഹർഫ് ജാറ്, റബ്ബി മജ്റൂർ. അവിടെ കണ്ടിട്ടുണ്ട് റബ്ബി, എൻ്റെ റബ്ബ് എന്നർത്ഥം. അതാണ് നമ്മൾ കൗമി എന്നുള്ളിടത്തൊരു അങ്ങനെ ഒരു യാ ഉണ്ടാവും, കൗമി, ആ യാ പോയതാ. ഇവിടെ റബ്ബി. വ ആത്താനി, വ ആത്ത, അത് 4 അക്ഷരമുള്ള ഫീലാണ്. അത്ത, അത്താന്ന് കേട്ടില്ലെങ്കിൽ അത്ത, അതിൻ്റെ ഒന്നുകൂടി ഒരു അക്ഷരം കൂടി ആത്ത. ആത്താനി, എനിക്ക് നൽകി, നൽകി എന്നാണ് അർത്ഥം. അത്താ വന്നു. അത് തന്നെ ആത്തിന എന്നുള്ളത് അമ്രാണ്. ആത്ത ഫഅല, അതെ അതെ, തരൂ, കൊണ്ടുവരൂ, നൽകൂ എന്നർത്ഥം. റബ്ബന റബ്ബെ ആത്തിന, ഞങ്ങൾക്ക് നീ നൽകണേ, അതായത് കൊണ്ടുവരണേ. ദുനിയ, ദുനിയാവിൽ, ഹസനത്തൻ, വലിയ നന്മ തരണേ. മിൻഹു, മിൻ ജാറ്, ഹു മജ്റൂർ. റഹ്മത്തൻ ഇസ്മാണ്, മസ്തറാണ്. ജാർ എന്ന് പറഞ്ഞാൽ ജെറ് ചെയ്യുന്ന അക്ഷരം. അല്ലല്ല, ജെറ് ചെയ്യുന്ന ആമില് അക്ഷരം. ഹു എന്നുള്ളത് യെസ് യെസ്, ജെറ് ചെയ്യപ്പെട്ടത്. റഹ്മത്തൻ ഇസ്മ, മസ്തറാണ് അതിൻ്റെ അറിവ്. റഹിമ യർഹമു റഹ്മത്തൻ, റഹിമ കാരുണ്യം ചെയ്തു, യർഹമു കാരുണ്യം ചെയ്യും, റഹ്മത്തൻ കാരുണ്യം. ഫ അക്ഷരം, മൻ ഇസ്മ, യൻസുറുനി, യൻസുറു ആണോ മുലാരിയ ഫീല്. അതാ ഞാൻ പറഞ്ഞു, നമ്മൾ ഒറ്റായത്ത് നിന്ന് കിട്ടിയതാണ് ഇപ്പോൾ ഇതൊക്കെ. കാലഫീല്, റഅയ്തും കിട്ടി, കുൻതു കിട്ടി, ആത്താ കിട്ടി, യൻസുറു. മിനല്ലാഹി, ഇൻ അസൈതുഹു ആണോ, അസൈതു, അസാ, അസയ, അസൗ, അസത്ത്, അസത്ത, അസൈന, അസൈത, ആ ഫീല് മാത്രം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇസ്മും കൂടി പറഞ്ഞു എന്നുള്ളൂ. ഇസ്മിൻ്റെ തൻവീൻ ഇസ്മിൻ്റെ അടയാളാണ്, അതുപോലെ ലമീറുകൾ ഇസ്മാണ്, അത് പറഞ്ഞു എന്ന് മാത്രം. അസൈത്തു മാദിയായ ഫീലാണ്. അസ, അസയ, അസ ദോഷം ചെയ്യുക, അല്ല അസത്ത്, അസത്ത, അസൈന. അതിൽ എന്ത് ചെയ്യുന്നറിയോ, അതിനെ കളയും. റഅത്ത് എന്നാ പറയാം, റഅത്ത്, റഅയത്ത് എന്നല്ല പറയാം, റഅത്ത്. അതുപോലെ അസത്ത്, അസത്ത, റഅയ്ന. അതുപോലെ അസത്ത്, അസത്ത, അസൈന. അസ ദോഷം ചെയ്തു. കാലത്ത്, കാലത്ത, കുന്ന, കുന്ന. പിന്നെ കുന്ത, കുന്തുമാനാവും. ഇത് അസൈത്ത, അസൈത്ത. ഇദ്ഗാം ചെയ്യും അവിടെ, അത് അലിഫുണ്ടാവും, ശേഷം അലിഫുണ്ടാവും, കുന്തു കുന്നാന്നാവും. ഫമാ തസീദൂനനി, തസീദു അറിയാം, സാദ യസീദു,
യസീദു യസീദാനി യസീദൂന, തസീദു തസീദാനി യസീദിന, തസീദു തസീദാനി തസീദൂന. അല്ല, ആ തസീദൂന നീ എന്നുള്ളത് എന്നെ എന്നുള്ള അർത്ഥത്തിന് കേട്ടോ. ഗൈറ തഖ്സീരിൻ, തഖ്സീരിൻ മുളാഫ് ഇലൈഹി ഇസ്മ. ചുരുക്കത്തിൽ ശ്രദ്ധിക്കണേ, നമ്മൾ പഠിച്ചു പോയ മാദിയായ ഫീലുകളും മുളാരിയായ ഫീലും ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ആ, ഞാൻ ആയത്തിലേക്ക് പിന്നെ വരാം, കിതാബിലേക്ക് പോവാം. അതാ ഇസ്മ, ഇഷാറത്തിന്റെ ഇസ്മ എന്ന് പറയുന്നത് ഇത് എന്നർത്ഥം, സ്വന്തമായിട്ട് അർത്ഥം. ഇപ്പോ ചോദിച്ചതുകൊണ്ട് പറയാം, അറബിയിൽ 3 പാർട്സുകളുള്ളത്. ഇപ്പൊ ക്ലാസ് അതായിരുന്നു കുട്ടികൾ, 3 പാർട്സ് ഓഫ് സ്പീച്ച്. സ്പീച്ച് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ആശയം കിട്ടുന്ന സെന്റൻസ്, അതിനാണ് സ്പീച്ച് എന്ന് പറയാം. പൂർണ്ണമായ ആശയം കിട്ടുന്ന സെന്റൻസ്. പൂർണ്ണമായ ആശയം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അറബിക് പദങ്ങൾ 3 എണ്ണമാണ്. ഇംഗ്ലീഷിൽ 8 എണ്ണമാണ്. ഇസ്മ, ഫീല്, ഹർഫ്. അറബിയിൽ എന്താണ്? ഇസ്മും ഫീലും ഹർഫുമാണ്. ഇസ്മ എന്ന് പറഞ്ഞാലും ഫീല് എന്ന് പറഞ്ഞാലും സ്വന്തമായിട്ട് അർത്ഥം ഉണ്ടാവും. ഹർഫ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അർത്ഥം ഉണ്ടാവില്ല. ജറിൻ്റെ അക്ഷരം സ്വന്തമായിട്ട് അർത്ഥമല്ല. അതിൻ്റെ മജ്റൂറിനോട് കൂടി പ്രത്യേക കോണ്ടെക്സ്റ്റിൽ വരുമ്പോഴാണ് അതിനർത്ഥം വരുന്നത്. കതബ്തു, ഞാൻ എഴുതി, ബിൽ കലമി, പേന കൊണ്ട് എഴുതി, പേനയുടെ സഹായം കൊണ്ട് എഴുതി. അതിന് ബി എന്നുള്ളതിന് കൊണ്ട് എന്നുള്ള അർത്ഥം അവിടെ വന്നതാ. അത് എങ്ങനെ വന്നതാ? അൽ കലം എന്നുള്ളത് കൊണ്ട് വന്നതാ. പേന കൊണ്ട്, പേനയുടെ സഹായം കൊണ്ട്. ബിസ്മി, അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് സഹായം തേടി ഞാൻ തുടങ്ങുന്നു. ഉണ്ടോ? അത് ബിസ്മി. ശരിക്കും ബി എന്നുള്ളതിന് അർത്ഥമല്ല, മിൻ എന്നുള്ളതിന് അർത്ഥമല്ല, ഫ എന്നതിന് മാത്രം അർത്ഥമില്ല, തുമ്മക്ക് അർത്ഥമല്ല, അങ്ങനെ ഓരോന്നിനും അർത്ഥമല്ല. അപ്പൊ സ്വന്തമായിട്ട് അർത്ഥമില്ലാത്തതിന് ഹർഫ് എന്ന് പറയും. അതിൻ്റെ അർത്ഥം സ്വന്തമായിട്ട് അർത്ഥമല്ല എന്ന് പറഞ്ഞാൽ വേറെ പദങ്ങളോട് ചേർന്ന് വരുമ്പോൾ പ്രത്യേക കോണ്ടെക്സ്റ്റുകളിൽ അതിൻ്റെ മീനിങ്ങുകൾ വ്യത്യാസം ഉണ്ടാവും. ഇനി അപ്പോൾ ഇസ്മും ഫീലും എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അർത്ഥമുണ്ട്. അപ്പം എന്താ 2 എണ്ണം പറഞ്ഞാൽ പോരെ? അല്ല, സ്വന്തമായിട്ട് അർത്ഥമുണ്ടെങ്കിലും ഫീൽ എന്ന് പറഞ്ഞാൽ 3 കാലങ്ങളിൽ ഒന്നിനോട് ചേർന്ന് വരും. ഭാവികാലം, ഭൂതകാലം, വർത്തമാനകാലം. കഴിഞ്ഞുപോയ കാലം പാസ്റ്റ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം പ്രസൻറ്റ്, ഇനി സംഭവിക്കാൻ പോകുന്ന കാലം ഫ്യൂച്ചർ. ഈ 3 കാലങ്ങളിൽ ഒന്നിനോട് ചേർന്ന് വരുന്ന ഒരു പദത്തിനാണ്, സ്വന്തമായ അർത്ഥമുള്ള പദത്തിനാണ് ഫീൽ എന്ന് പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചതൊക്കെ അങ്ങനെ തന്നെയാണ്. അവിടെ നോക്കൂ നിങ്ങൾ. ഖാല, അവൻ പറഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു. റഅയ്തും, നിങ്ങൾ കണ്ടു, കണ്ടു കഴിഞ്ഞു. ആത, അവൻ തന്നു, തന്നു കഴിഞ്ഞു. യൻസുറു, സഹായിക്കും. അത് വരാൻ പോണ കാലാണ്. സഹായിക്കുന്നു, 2 അർത്ഥം. സഹായിക്കുന്നു. തസീദൂന, നിങ്ങൾ വർദ്ധിപ്പിക്കുന്നു, നിങ്ങൾ വർദ്ധിപ്പിക്കുന്നു. കണ്ടോ? അത് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കും. അപ്പം സ്വന്തമായിട്ട് അർത്ഥമുണ്ട്, പ്ലസ് 3 കാലങ്ങളിൽ ഒന്നിനോട് യോജിച്ചു വരുന്നുണ്ട്. അപ്പം ഇസ്മ എന്ന് പറഞ്ഞാലോ സ്വന്തമായിട്ട് അർത്ഥമുണ്ട്, 3 കാലങ്ങളിൽ ഒന്നിനോട് യോജിക്കുന്നില്ല. ഇവിടെ ഇസ്മ കൗമി, സമൂഹം. സമൂഹം ഏത് കാലത്തിനോട് യോജിക്കുന്നു? ഒരു കാലത്തിനോട് യോജിക്കുന്നില്ല. ബയ്യിനത്തിൻ, തെളിവ്, ഏതിനോട് യോജിക്കുന്നു? ഒന്നിനോട് യോജിക്കുന്നില്ല. റഹ്മത്തിൻ, കാരുണ്യം, എന്തിനോട് യോജിക്കുന്നു? ഒന്നിനോട് യോജിക്കുന്നില്ല. മൻ, ഒരുത്തൻ, എന്തിനോട് യോജിക്കുന്നു? ഒന്നിനോട് യോജിക്കുന്നില്ല. തഖ്സീർ, നഷ്ടം, എന്തിനോട് യോജിക്കുന്നു? ഒന്നിനോട് യോജിക്കുന്നില്ല. ഒരു കാലത്തിനോട് യോജിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഒരു സ്പീച്ച്. നമ്മളിപ്പോൾ ഭാഷ പഠിക്കുന്നത് സംസാരിക്കാനാണല്ലോ. സംസാരം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ആശയം കിട്ടുന്ന ഒന്നാവണമല്ലോ. ഇല്ല, മിൻ ആണ് അർത്ഥം. മൻ ഇസ്മ. ആര്? അത് ചോദ്യം. അർത്ഥല്ലേ? ആര് എന്നുള്ള അർത്ഥല്ലേ? മിൻ എന്ന് പറഞ്ഞാൽ
ഇൽ നിന്ന് എന്നൊക്കെയാണ് അർത്ഥം, ഒറ്റക്കർത്ഥല്ല. അത് മിൻ ആര് ആര് അത് ഒരർത്ഥം കിട്ടിയില്ലേ? ഹു ആര്, അതിനൊന്നും അർത്ഥമല്ല. സ്വന്തമായിട്ട് ലാമിന് അർത്ഥമല്ല, ലക്കും എന്നുള്ളതിന് അർത്ഥം വരും. ഏത്? നിങ്ങൾക്ക് വേണ്ടി, അലൈക്കും നിങ്ങളുടെ മേൽ, അങ്ങനെ അർത്ഥം വരും. സ്വന്തമായിട്ട് അർത്ഥം ഉണ്ടാവില്ല. അങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ? കതബ്തു ബിൽ കലമി എന്ന് പറഞ്ഞാൽ പേന കൊണ്ട്, അവർ പറഞ്ഞ പേന കൊണ്ട് എഴുതി എന്നാണ്. അതൈത്തു ബിഹി എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കൊണ്ടുവന്നു എന്നാണ്. അപ്പൊ കൊണ്ട് എന്നർത്ഥം നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോഴും പറയാൻ പറ്റില്ല. ഇത് ബിൽ കലമി എന്ന് പറഞ്ഞ പേനയുടെ സഹായം കൊണ്ട് എഴുതി എന്നാണ്. ബിസ്മില്ലാഹി റഹ്മാൻ അത്ത എന്നുള്ളത് ലാസിമാണ്, ലാസിമായ പേര്, മഫൂൽ ഉണ്ടാവില്ല. മഫൂൽ അതിനുണ്ടാവില്ല. മഫൂലിക്ക് വിട്ട് കിടക്കണമെങ്കിൽ 3 രൂപങ്ങളാണുള്ളത്. നമ്മൾ അതേതാ? അത് ആത്തന്റെയാണ് ഊട്ടിയ. ഏത്? അത് ഇതിന്റെയാണ്, മജ്ഹൂലാണ്. ആത്ത യൂത്തി, ഊത്തിയ യൂത്ത. വന്നു, അത്ത യഅ്തി. ജലസ ഇരുന്നു, അതിന് മജൂലുണ്ടാ? ജുലിസ സർഫാക്കും നമ്മൾ, അതിന് മജൂലില്ലല്ലോ. ഒന്ന് പറയുന്നത് എന്താ അർത്ഥം? അതാ ജലസ. ജുലിസ എന്ന് പറഞ്ഞാൽ അവൻ ഇരിക്കപ്പെട്ടു പറയാം, അത് പറയുന്നു. അത് അത് വേറെ, അത് അതല്ലല്ലോ അർത്ഥം. ജലസല്ലല്ലോ അവിടെ വന്നിരിക്കുന്നത്. ഞാൻ ജലസന്റെ മജൂലുണ്ടോന്ന് ചോദിച്ചു, ജലസക്ക് മജൂലില്ല. ജലസ എന്ന ഫീൽഡിലേക്ക് മജൂലില്ല. മജ്ഹൂൽ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? മഫൂൽ വേണം. മഫൂലിലേക്ക് വിട്ട് കിടക്കണം. ലറബ അടിച്ചു, ആരടിച്ച്? ഞാനടിച്ചു. ആരെയാണ് അടിച്ചത്? നമ്മുടെ സുബൈറിനെ അടിച്ചത്. അപ്പോൾ ഇന്ത്യക്ക് അടി എന്നുള്ള പ്രവർത്തനം സുബൈറിലേക്ക് വിട്ട് കടന്നു. അപ്പോൾ സുബൈർ അടിക്കപ്പെട്ടു. ജലസ ഞാനിരുന്നു. എവിടെ? എൻ്റെ ഇല്ലല്ല, ഞാൻ എവിടെ ഇരുന്നു? ഇരുത്ത എവിടുക്ക വിട്ട് കിടന്ന്? കസേരയിലേക്ക് വിട്ട് കിടന്നില്ല. അടി കിട്ടിയ പോലത്തെ ഒരു എഫക്റ്റ് അതിനുണ്ടോ? അത് നമ്മള് ജാസി മുത്താദിയിൽ പറഞ്ഞു. കസേരയിൽ വിട്ട് കിടക്കൂല്ലോ. ജയ്ദ് കസേരന്റെ മേൽ ഇരുന്നു എന്ന് പറയും. കസേരയുടെ മേൽ ഇരുന്നു, അത് പറയും. അങ്ങനെ പറയും. അല്ല, മജൂര് വരില്ല അതിന്. നമുക്ക് അത് അലൽ കുർസി എന്നുള്ളതാണ്. അപ്പൊ നായിബ് ഫായിൽ വരിക. ഒരു ജുംല അല വരാതെ വരണം. ഉദാഹരണം പറയാം. നസറ സയ്യിദുൻ അമ്രൻ, സയ്യിദ് അമ്രിനെ സഹായിച്ചു. അപ്പോൾ നസറ കേട്ടോളേ, സയ്യിദിൽ നിന്ന് നസ്ർ എന്ന പ്രവർത്തനം അമ്രിനിക്ക് എത്തി, അല്ലേ? സഹായം, സഹായിക്കൽ എന്ന പ്രവൃത്തി സയ്യിദിൽ നിന്നും അമ്രിന് കിട്ടി, അമ്രിന് എത്തി, അവ മഫൂലായി. ഇനിയോ നുസിറ സയ്യിദുൻ അമ്രുൻ, അമ്ര സഹായിക്കപ്പെട്ടു. അമ്രിന് ആരുടെയൊക്കെന്നോ സഹായം കിട്ടി. അതേപോലത്തെ ഒരു മജ്ഹൂല് വരില്ല. പിന്നെ മജ്ഹൂലൊക്കെ പറയാവുന്നേ ഉള്ളൂ ഒരു ജുംലക്കായിട്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ജുലിസ അലൽ കുർസി, ചെയറിൻ്റെ മേൽ ഇരിക്കപ്പെട്ടു പറയാം. പക്ഷെ അത് ഒരു ഒറിജിനൽ മജ്ഹൂലായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. വന്നു, മജ്ഹൂല് വരുന്നുണ്ട് എന്നല്ലേ പറയണേ, അല്ലേ?
ജി ആ മജൂര് വരുന്നുണ്ട് പക്ഷെ അത് ജി ആ ആയത്ത് ഓതി. ആ ബി ജി അ ബി ജാ അ ബ കൊണ്ട് വിട്ട് കിടക്കുക. അപ്പൊ അതിന് മജൂര് വന്നു ജി അ ബി നരകം കൊണ്ടുവരപ്പെട്ടു ആ ദിവസം. വജീ അ യൗമ ഇതിൻ ബി ജഹന്നം ആ ദിവസം നരകം കൊണ്ടുവരപ്പെട്ടു, നരകം ഹാജർ ആക്കപ്പെട്ടു. അക്ഷരം കൊണ്ട് വിട്ട് കിടക്കുന്ന ആ അതെ 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 അങ്ങനെ അങ്ങനെ വരുമ്പോൾ മജ്ഹൂല് അങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ അതിന്റെ നായിബ് ഫായിൽ നമ്മൾ പറയല് ബി ജഹന്നം എന്നുള്ള ജുംലയാണ് നായിബ് ഫായിലായിട്ട് വരിക. നായിബ് ഫായിൽ എന്ന് പറഞ്ഞാൽ ഫായിലിന്റെ സ്ഥാനത്ത്. അങ്ങനെ പറയാൻ കാരണം ഒരു പ്രവൃത്തിയും ഫായിലില്ലാതെ ഉണ്ടാവില്ല. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലോകത്തെ സ്ഥിരപ്പെടുത്തുന്നത്. നമ്മുടെ വിശ്വാസം തന്നെ സ്ഥിരപ്പെടുത്തുന്നത് അങ്ങനെയാണ്. തന്നെ ഉണ്ടായിരുന്നു, തന്നെ എങ്ങനെ ഉണ്ടാവുക? അത് ഉണ്ടാക്കാൻ ഒരാൾ വേണം, സ്വാനികൾ വേണം, ഒരു സൃഷ്ടാവ് വേണം. അപ്പോൾ ആ അതൊന്നും ബിഗ് ബാങ്ക് ഉണ്ടാക്കാൻ ഒരാൾ വേണം. ബിഗ് ബാങ്ക് ആ മുഴക്കുണ്ടാക്കാൻ ഒരാൾ വേണം. നമ്മളിപ്പോൾ ബിഗ് ബാങ് തിയറിക്ക് എതിരൊന്നല്ല. ലോകം മൊത്തം ഒന്നായിരുന്നു, പിന്നെ അതൊരു പൊട്ടിത്തെറിച്ച് അകന്നകന്ന് പോവുകയാണ്, ഇനി അകന്നകന്ന് ബാക്കിൽ പോയി മുട്ടുന്നൊക്കെയാണ് ഇപ്പോൾ പുതിയ ശാസ്ത്രം പറയുന്നത്. എന്തൊക്കെ ആയാലും ശരി, അതിനും നമുക്കെതിരല്ല. പക്ഷേ അതങ്ങനെ ഒന്നിച്ച് ആവണ്ടേയിരുന്നു ആദ്യം. അത് തന്നെ ഉണ്ടാവില്ല എന്നേ പറഞ്ഞു. ഇല്ല, ബിഗ് ബാങ് എവല്യൂഷൻ അല്ലല്ലോ. നമുക്കിപ്പോൾ ഇത്രേ ഉള്ളൂ പറയുന്നത്. നമ്മളിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. ഇനി പരിണാമം നമ്മൾ അവർക്ക് വേണ്ടി സമ്മതിച്ചാൽ തന്നെ ആദ്യം ഒന്നും ഉണ്ടായില്ലേ? അതെങ്ങനെയാണ്? അവർ പഠിച്ചു കഴിയട്ടെ, നമ്മളത് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഒരു ഏതൊരു വിഷയം ഇപ്പോൾ കോഴി ഞാൻ നാളെ പറഞ്ഞതാണത്. കോഴി ഉണ്ടായത് കോഴിയുടെ മുട്ടയാണ് ആദ്യം ഉണ്ടായതെന്ന് വെച്ചു. അപ്പോൾ കോഴി എന്ന് പറഞ്ഞാൽ ഉത്തരം, അപ്പോൾ മുട്ട വേണ്ട കോഴിയുടെ. കോഴിമുട്ടയാണ്, കോഴി മുട്ട ഇടണമെങ്കിൽ കോഴി വേണ്ടേ? അതിനൊരു ഉത്തരം കിട്ടൂല. അപ്പോൾ ഒന്നിരിക്കൽ ഒരു സാധനം ഇവിടെ ഉണ്ടാവില്ല. അതിലുണ്ടാവുക കോഴിയാണോ കോഴിയുടെ മുട്ടയാണോ ആദ്യം ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് ഏത് മറുപടി പറഞ്ഞാലും ഉത്തരവാവില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്നാണ്. ഇനി വേറൊന്നും പറയാം. എന്നെ നേർ പകുതിയായി കോഴിനെ എന്താ പഠിച്ചു? നമ്മളെ മുറിച്ചു, പകുതിയാക്കി മുറിച്ചു, പിന്നെയും പകുതിയാക്കി, പിന്നെയും പകുതിയാക്കി, പകുതി അവസാനം ഒരു സാധനം കിട്ടി. അതിനെയും പകുതിയാക്കി, പിന്നെ അതിനെയും പകുതിയാക്കി. അങ്ങനെ അവസാനം പകുതിയാക്കാൻ പറ്റാത്തൊരു സാധനം ഉണ്ടാവും. അതിനെ പകുതിയാക്കാൻ പറ്റുവെച്ചെങ്കിൽ ഒരു സാധനം ഇവിടെ ഉണ്ടാവില്ല. അവസാനം ഒന്ന് കിട്ടിയാലല്ലേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? ഇവര് പറയുന്നത് എന്താണ്? ആദ്യം ഒരു വസ്തുവായിരുന്നു, അത് പരിണമിച്ച് പിന്നെ എന്തായതാണ്? അങ്ങനെ ഉണ്ടായതാന്നല്ലേ പറയണേ. നമ്മൾ പറയണം അങ്ങനെ ആദ്യം ഒന്ന് അതും തന്നെ ഉണ്ടാവില്ല, അതും ഒരാളുണ്ടാക്കണം. ആ ഒരാളാണ് അള്ളാഹു. അപ്പൊ അള്ളാഹുവിനെ ഉണ്ടാക്കാൻ ആള് വേണ്ടേ? അത് വേണ്ട. അള്ളാഹുവിനുണ്ടാക്കാൻ ഒരാൾ വേണ്ടിയിരുന്നുവെങ്കിൽ, അവനുണ്ടാക്കാൻ ഒരാൾ വേണ്ടിയിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഞാനൊരു 10,000 റുപ്യ കടം ചോദിച്ചു. എന്നാളെ ഈ ഉദാഹരണം പറഞ്ഞു തന്നു അല്ലേ റാഫിക്ക? ഞാൻ റാഫിക്കാണ് ഒരു 10,000 റുപ്യ കടം ചോദിച്ചു. അപ്പോൾ റാഫിക്ക പറഞ്ഞു സുഹേൽ സാറ് ചോദിക്കാൻ പറഞ്ഞു. സുഹേൽ സാറ് പറഞ്ഞു ഷംസുഖാനോട് ചോദിക്കാൻ പറഞ്ഞു. ഷംസുഖ് പറഞ്ഞു ഫാറൂഖിനോട് ചോദിക്കാൻ പറഞ്ഞു. ഫാറൂഖ് പറഞ്ഞു ഹക്കീം ഖാനോട് ചോദിക്കാൻ പറഞ്ഞു. 10,000 റുപ്യ എനിക്ക് കിട്ടിയോ? അവസാനം ഫാറൂഖ് ഭായി എന്നോട് ചോദിച്ചു ഒരു 10,000 റുപ്യോളം വേറെ ആൾ കൊടുക്കാണ്ട്.
പൈസ കിട്ടിയില്ലല്ലോ. അതാണ് ഇവരിതിൽ പോയാൽ ബുദ്ധിയുള്ള ആൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ അതുപോലെ സമ്മതിക്കൂല കേട്ടോ. നമ്മൾ പറഞ്ഞു വെച്ചിട്ട് അവർ സമ്മതിക്കുന്നില്ല. എന്നാൽ നമുക്കൊരു ബോധം വേണം. വിശ്വാസപരമായ കാര്യങ്ങൾ അതുകൊണ്ടാണ് ഒരാൾ പറഞ്ഞത് കേൾക്കരുത് നമുക്ക് ബോധ്യപ്പെടണം എന്ന് പറഞ്ഞത്. ചുരുക്കത്തിൽ എവിടുന്നപ്പം നമ്മളൊന്ന് പോയി. അടിച്ചു പൊളിക്കുക. ആ ഉം, 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 ഉം. ഉത്തരം കിട്ടിയില്ലെങ്കിൽ അതന്നെ പറയാം. ഉത്തരം നിന്നോളൂ. അതെ അതെ. ഉം, ഉം. അത് മൂപ്പര് നല്ലൊരു നല്ലൊരു കഴിവുള്ള ഒരാളാണ്. നല്ലൊരു സംഭവം ഞാൻ കേട്ടത്. അവരുടെ പുസ്തകങ്ങളും ഇതൊക്കെ വെച്ചിട്ട്. പക്ഷെ അവർക്ക് സയൻസ് സയൻസിലൂടെ പോവുകയാണെങ്കിലും ഇത് ദൈവമുണ്ട്, അള്ളാഹു ഉണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളതിലേക്കാണ് എത്തുക. സയൻസ് സയൻസും അങ്ങനെ തന്നെ സ്ഥാപിക്കുക. ഉം. അതെ, അതുകൊണ്ടാണ് സയന്റിഫിക് ആയിട്ട് ദൈവമില്ലാന്നൊന്ന് തെളിയിക്കാൻ പറഞ്ഞ അവർക്ക് കഴിയും. കഴിയില്ല. നിങ്ങൾ സയൻസ് അംഗീകരിക്കണവരല്ലേ, എന്നാൽ ദൈവമില്ലാന്നൊന്ന് തെളിയിക്കും എന്ന് പറഞ്ഞു. ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ആ എവിഡൻസ് ഇല്ല എന്നത് ഇല്ല എന്നതിന്റെ തെളിവല്ല, അല്ലേ? തെളിവില്ല എന്നുള്ളത് ആ സാധനം തന്നെ ഇല്ല എന്നുള്ളതിന്റെ തെളിവല്ല. ഓക്കെ, നമ്മൾ ചർച്ച കുറെ വിശ്വാസപരമായ കാര്യത്തിലേക്ക് എത്തിയില്ലേ. എവിടുന്നപ്പോ നമ്മൾ ഇങ്ങോട്ട് പോയത്? ഷംസുക്ക. ആ അല്ല, ഒരു ഫീൽ ഉണ്ടെങ്കിൽ അതിന് ഫായിൽ ഉണ്ടാവും. ഒരു ഫീൽ ആ ഒരു ഫീൽ ഉണ്ടെങ്കിൽ, ഒരു ക്രിയ ഇവിടെ ഉണ്ടെങ്കിൽ ഫായിൽ ഉണ്ടായേ പറ്റൂ. ലോകത്ത് അങ്ങനെ നമ്മൾ പോയത്. അപ്പൊ ഏതൊരു ക്രിയയും നടക്കുകയാണെങ്കിൽ ഒരു കർത്താവ് അതിനുണ്ടായേ പറ്റൂ. ഇല്ലാതെ ഒരു പ്രവൃത്തി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മഅറൂഫ് ആവുമ്പോൾ യഥാർത്ഥ ഫായിൽ അവിടെ ഉണ്ടാവും. മജ്ഹൂലാവുമ്പോൾ ആ ഫായിലിന്റെ സ്ഥാനത്ത് നിൽക്കണ ഒന്ന് വേണം. അതാ നായിബ് ഫായിൽ. പള്ളിയിൽ ഉസ്താദില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ ഉസ്താദ് ഉണ്ടാവും അവിടെ. കാളിയാരില്ല, കാളിയാർക്ക് പകരം നായിബ് കാളി ഉണ്ടാവും, ഡെപ്യൂട്ടി കാളി. അതേപോലെ ഫായിലില്ല, അപ്പൊ നായിബ് ഫായിൽ വേണം. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒറിജിനൽ നായിബ് ഫായിലിക്ക് റഫ വരിക, ഒറിജിനൽ. അതാ നുസിറ ചെയ്തു. ഇവിടെ ജി അബി ജഹന്നം, നരകത്തിനെ കൊണ്ടുവരപ്പെട്ടു. അതും ബി ജഹന്നം എന്നുള്ളത് നായിബ് ഫായിലാണ്, പക്ഷെ അതിന് ജുംലയാണ് നായിബ് ഫായിൽ. സാധാരണ നായിബ് ഫായിലിക്ക് റഫ് ആണ് ഇറാബ് വരിക, നുസിറ സെയ്ദ് എന്ന് പറഞ്ഞ പോലെ. ഇവിടെ റഫ് അല്ല, അത് ജുംല ആയതുകൊണ്ട് റഫ് അല്ല. ഓക്കെ, അവസാനിപ്പിക്കാം. മജ്ഹൂലായ ഫീലിക്ക് നായിബ് ഫായിലാണ് ഉണ്ടാകുക. അതെ അതെ അതെ, പകരം. അപ്പോ ഫായിലിന്റെ പണി എടുക്കും, ഫായിലിന്റെ പണി കൊടുക്കണം. ഫായിലിന് റഫ് ഉണ്ടാകുക. ഫീല് മജ്ഹൂലാണോ നോക്കണം.
നൈഫായിലായിരിക്കും. ഇപ്പോ കത്തബ എഴുതി, കുത്തിബ എഴുതപ്പെട്ടു, കത്തല വധിച്ചു, കുത്തില വധിക്കപ്പെട്ടു. ഇങ്ങനെ അല്ല, അത് പറഞ്ഞില്ല. അവൻ എന്നുള്ള ലമീറുണ്ട്. കത്തല സെയ്ദുൻ അമ്രൻ, അപ്പൊ ഫായില് സെയ്ദ്, മഫൂല് അമ്ര. കുത്തില അമ്രുൻ, അമ്ര നൈഫായില്, അമ്ര കൊല്ലപ്പെട്ടു. മഫൂലാണ് നൈഫായിലാകുന്നത്. മഫൂലാണ് നൈഫായിലാകുന്നത്. അല്ല, മഅറൂഫിൽ മഫൂലായതാണ് മജ്ഹൂല് നൈഫായിലാകുക. മനസ്സിലായില്ല? മഅറൂഫായ ഫീലില് മഫൂലായതാണ് മജ്ഹൂലായ ഫീലാകുമ്പോൾ നായിഫായിലായിട്ട് വരാം. ഇവിടെ നോക്ക്, ഖത്തല സെയ്ദുൻ, ഖത്തല സെയ്ദുൻ, സെയ്ദ് കൊന്നു, അമ്രൻ, അമ്രിനെ കൊന്നു. ഖുതില അമ്രുൻ, അമ്രു കൊല്ലപ്പെട്ടു. അപ്പൊ അവിടെ അമ്ര് മഅറൂഫായ ഫീലില് മഫൂലായിരുന്നു, ഖത്തലന്റെ മഫൂലായിരുന്നു. അത് ഖുതില എന്നുള്ള മജ്ഹൂലായപ്പോ അതിന്റെ നായിബ് ഫായില് അമ്രായി മാറി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എവിടെ നമ്മുടെ ഫാറൂഖ് ഭായി ഇല്ലേ? ക്ലിയർ അല്ലേ? അമ്ര നായിബ് ഫായിലായി. അതിന്റെ അർത്ഥം ചെയ്യപ്പെട്ടു തന്നെയാണ്, കൊല്ലപ്പെട്ടു തന്നെയാണ്. മജ്ഹൂലായ ഫീലിന്റെ ആണ്. അമ്രുൻ, കുത്തില അമ്രുൻ, കുത്തില അമ്രുൻ. അതാ പറഞ്ഞത്. നായിബ് ഫായില് ആകുമ്പോൾ ഫായിലിന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഫായിലിന്റെ പണി എടുക്കണം. ഫായിലിന് ഉണ്ടാകുന്നതിന് പ്രത്യേകത അതിനും വരും. ഉസ്താദ് ഇല്ലെങ്കിൽ ഉസ്താദിന്റെ പണി ആരെടുക്കണം? നായിബ് എടുക്കണ്ടേ? ചെറിയ ഉസ്താദ് എടുക്കണ്ടേ? അല്ല, ജി അബി ജഹന്നം എന്നുള്ളത് ജുംല, ആ ജുംലയാണ് നായിബ് ഫായില്. അപ്പൊ റഫ് കാണൂല. ഒരു ജുംലയിൽ എന്താവൂല? റഫ് കാണൂല. അത് മഹല്ലിലായിരിക്കും, അതിന്റെ മഹല്ലില് റഫായിരിക്കും. അങ്ങനെ പറയാം. ഇവിടെ കിതാബ് എഴുതപ്പെട്ടു എന്നാണെങ്കിൽ കതബ്തു കിതാബൻ എന്നാണെങ്കിൽ കുത്തിബ കിതാബുൻ എന്ന് വായിക്കണം. കിതാബ് എഴുതപ്പെട്ടു. യെസ്, നൈഫായി. കുത്തിബയുടെ നൈഫായിലാണ് കിതാബുൻ. അല്ലല്ല, ഫായിലില്ല. മജ്ഹൂലിന് നായിബ് ഫായിലാണ് ഉണ്ടാകുക. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയപ്പെടാത്തതല്ലേ? അല്ല, അതിനാ ഞാൻ പറഞ്ഞത്. അല്ല, അതെ, മഅറൂഫില് മഫ്ഊലായത്, മഅറൂഫായ ഫീലില് മഫ്ഊലായതാണ് മജ്ഹൂലായതിൽ നായിബ് ഫായിലായിട്ട് വരിക. പറയാൻ കാരണം, അപ്പം നമ്മുടെ സുഹൈൽ സാർ ചോദിച്ച പോലെ മഫൂലിൽ തന്നെ പടിയും പറഞ്ഞാൽ പോരെ. അങ്ങനെയല്ല. ഏതൊരു ഫീലിനിക്ക്, അത് മജ്ഹൂലാവട്ടെ മഅറൂഫ് ആവട്ടെ, ഫായിലുണ്ടാവണം. ഏത് ഫീലിനിക്കും ഉണ്ടാവണം. മഅറൂഫിന് യെസ്, അതാ ഞാനത് പറഞ്ഞത്. ഏതൊരു ഫീലിനും ഫായിൽ വേണം. ഇപ്പൊ മഅറൂഫിന് എന്തായാലും ഫായിൽ ഒറിജിനൽ ഫായിൽ ഉണ്ട്, മജ്ഹൂലിന് നായിബ് ഫായിലും ഉണ്ട്. യെസ്. യഥാർത്ഥത്തിൽ മഫൂലാണ്. അതുകൊണ്ട് ഇവിടെ പക്ഷെ ഈ ഇതിന്റെ അർത്ഥം മാറുന്നുണ്ടല്ലോ. കത്തല സെയ്ദു എന്നുള്ള അർത്ഥമല്ലല്ലോ കുത്തിലക്ക്. കത്തല എന്ന് പറയുമ്പോൾ കൊന്നു എന്നല്ലേ? കുത്തില എന്ന് പറയുമ്പോൾ കൊല്ലപ്പെട്ടു എന്നാണ്. അപ്പൊ കൊല്ലപ്പെടുക എന്ന പ്രവർത്തനം സംഭവിച്ച പകരം വരുന്നത്, പകരം വരുന്നത്.
ഏത് ചെയ്യപ്പെട്ട ആള്? ഫായിലിന്റെ പകരം വന്നു. അതിന്റെ പകരം വന്നു. ഇതിനെന്താ കുഴപ്പമുള്ളത്? ഇപ്പൊ ഉദാഹരണം പറയാം. ഈ സെയ്ദ് കൊല്ലപ്പെട്ടു എന്നുള്ളതിന് എന്താ കുഴപ്പമുള്ളത്? ആ അതെ. കൊല്ലപ്പെട്ടത് സെയ്താണ്. കൊല്ലപ്പെടുക എന്ന പ്രവൃത്തിയുടെ ഫായിൽ സെയ്ദ് തന്നെയല്ലേ? കൊല്ല കൊല്ലപ്പെടുക എന്ന പ്രവൃത്തിയുടെ ഫായിൽ ആരാ? അതാ. ആ ആ. അല്ല, കൊല്ലപ്പെട്ടത് ചെയ്തായില്ലേ? കൊല്ലപ്പെടുക എന്നുള്ള പ്രവർത്തനം ചെയ്തിട്ടുണ്ടായോ? അല്ല അല്ല, അത് ചോദിക്കണേ അല്ല. ചെയ്ത് ചെയ്തോ ചെയ്ത് ചെയ്തിട്ടില്ല എന്നൊന്നും ചോദിക്കണേ അല്ല. കൊല്ലപ്പെടുക, കൊല്ലപ്പെട്ടവനാവുക എന്നുള്ള പ്രവർത്തനം ചെയ്തിട്ടുണ്ടായോ? ഏ, പ്രവർത്തനല്ലേ ഇത്? സംഭവം തന്നെ ആ പ്രവർത്തനേ. സംഭവം എന്ന് പറഞ്ഞ ക്രിയ, അതന്നെ പ്രവർത്തനം. പിന്നെ ഇനി കൊല്ലപ്പെടുക എന്നുള്ള ആക്കണ്ടെങ്കിൽ സഹായിക്കപ്പെട്ടു. സെയ്ദ് അമ്രിനെ സഹായിച്ചു, അപ്പൊ അമ്ര സഹായിക്കപ്പെട്ടു. അതായത് അമ്രിന് സഹായം കിട്ടി, അതിന്റെ അർത്ഥം അമ്രിനിക്ക് സഹായം ആരിൽ നിന്നോ കിട്ടി. ഫായിൽ അറിഞ്ഞിട്ടില്ല അവിടെ. ഫായിൽ ഓൾറെഡി അവിടെ ഇല്ല, അത് മജ്ഹൂൽ തന്നെയാണ്. പക്ഷെ ഫായിൽ ഇല്ലാത്തത് കൊണ്ട് ഫായിലിന്റെ സ്ഥാനത്ത് വെച്ചു. എന്തിനെങ്കിലും വെക്കാൻ പറ്റൂല. എന്നാൽ ഫായിലിന്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും വെച്ചാൽ പറ്റൂല. ഈ ആശയം ക്ലിയർ ആവുന്ന ഇല്ല, അറിയപ്പെടുന്നില്ല. അങ്ങനെ പലതിലും പറയാം. ഇപ്പൊ നമ്മള് പത്രവാർത്തയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. പത്രത്തിൽ വാർത്ത വരില്ല എങ്ങനെ 5 പേർ കൊല്ലപ്പെട്ടു പറയും. തീവ്രവാദി ആക്രമണം, 5 പേർ കൊല്ലപ്പെട്ടു. ഏത് തീവ്രവാദിയാണ് കൊന്നതെന്ന് അറിയില്ല. അപ്പോൾ അവിടെ കൊല്ലപ്പെട്ടു എന്ന് പറയാം. എവിടെ ഫയലില്ലാതെ ഒരു പ്രവർത്തനം ഉണ്ടാവുമോ? ഫയലില്ലാതെ ഒരു പ്രവർത്തനം ഉണ്ടാവുമല്ലോ. പക്ഷെ ആ ഫയൽ അറിയപ്പെട്ടിട്ടില്ല. ആ ഫയല് അറിയപ്പെട്ടിട്ടില്ല. ഉണ്ട്. അതാ അവിടെ ഒരു പ്രശ്നം. അവിടെ ഇയാള് കൊന്നു എന്ന് നമ്മൾ പറയണില്ലല്ലോ. കൊന്ന ഇതാ, ഒന്നുകൂടി പറയാം. സെയ്ദ് അമ്രിനെ കൊന്നു. അവിടെ കൊന്നത് ആളാരാ? സെയ്ദ് ഫായിലാണ്. അത് ഇനി തർക്കമല്ലല്ലോ. കൊലപാതകം ചെയ്യുക എന്ന് പറഞ്ഞ പണിയെടുക്കുന്ന ആരാണ്? സെയ്ദാണ്. ഇനി നോക്കണേ, കുത്തില അമ്രുൻ, അമ്രു കൊല്ലപ്പെട്ടു. അവിടെ കൊലപാതകം ചെയ്ത ആള് അമ്രാണ്. അമ്രു 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 അമ്രുനെ തിരിച്ചു വരില്ല, അവൻ കൊല്ലില്ല എന്നല്ല. അവിടെ കുത്തില അമ്രുൻ, അമ്രു കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ കൊടുത്ത് കൊലപാതകം ചെയ്ത ആൾ അമ്രാണോ? ആരാ? അറിയില്ല എന്ന് പറഞ്ഞില്ല. അതാണ് മജൂഹൂല് പറഞ്ഞത്. അതാണ് മജൂഹൂൽ. അപ്പൊ ആ മജൂഹൂലിനക്ക് അപ്പൊ ഒരു പൊതുവെ ഒരു നിയമമാണ്, ഏതൊരു പ്രവൃത്തിയും ഒരു ഫയൽ ഇല്ലാതെ ഉണ്ടാവില്ല. ഏതൊരു പ്രവൃത്തി. അപ്പൊ ഇതിന് മജൂഹൂലിന് ഫയൽ ഇല്ലേനും. അപ്പൊ ഫയലിന്റെ സ്ഥാനത്തൊന്ന് നിൽക്കണം. നായി ഫയലാണത്. ഇപ്പൊ തന്നെ കൊല്ലപ്പെടുവോ? ആരെങ്കിലും കൊല്ലണ്ടേ? ആരെങ്കിലും കൊല്ലണം. അപ്പോ എന്ത് ചെയ്തു? ഒരാളവിടെ ഒരാൾ ഇവനെ കൊന്നു, അതിലുണ്ടായിക്കണേ. ഒരാൾ അമ്രിനെ കൊന്നു എന്ന് പറഞ്ഞാൽ അത് മാറൂഫാണ്, മജൂലാണ്.
എങ്ങനെ മജൂലാണ്? ഒരാള് അംറിനെ കൊന്നു, മജൂലാണോ മാറൂഫാണോ? മാറൂഫാണത്. ഖത്തല വാഹിദുൻ അംറൻ എന്നുള്ളത്, ഒരാൾ അംറിനെ കൊന്നു. ഈ കുത്തില അംറുൻ, അംറു കൊല്ലപ്പെട്ടു, അവിടെ ഫായില് അറിയപ്പെട്ടിട്ടുണ്ടോ? പറയപ്പെട്ടിട്ടുണ്ടോ? പറയപ്പെട്ടിട്ടില്ല. അപ്പം നമ്മുടെ പൊതുവായിട്ടൊരു നിയമം ഉണ്ടല്ലോ, ഏതൊരു പ്രവൃത്തിയും ഒരു ഫായില് വേണ്ടേ? ഫായിലില്ലാതെ ഒരു പ്രവൃത്തി ഉണ്ടാവില്ലല്ലോ. ഈ മജ്ഹൂല് എന്നുള്ളതും പ്രവൃത്തിയാണല്ലോ അല്ലെ? മജ്ഹൂല് പ്രവൃത്തിയല്ലേ? മഅറൂഫും പ്രവൃത്തിയാണല്ലോ. മഅറൂഫിന് ഫായിൽ ഉണ്ടായപ്പോൾ മജ്ഹൂലിനും ഫായിലിന്റെ സ്ഥാനത്ത് നിൽക്കണമെന്ന് വേണമല്ലോ. ആ ഉണ്ടതാണ് ഏത് കൊടുത്തത്? ഈ മഫൂല് കൊടുത്തത്. കാരണം ഫീല് രണ്ട് വിധാണ്. നമ്മളിപ്പോൾ എന്തിനാ മാലിയിലെ ഫീലിനെ സർഫാക്കുന്നത്? മാലിയായ ഫീൽ രണ്ട് വിധമുണ്ട്. ഒന്ന് മഅറൂഫ്, ഒന്ന് മജ്ഹൂല്. രണ്ടും ഫീലാണ്. മഅറൂഫും ഫീലാണ്, മജ്ഹൂലും ഫീലാണ്. ഫീലിന് മൊത്തം ഫായിലും വേണം. ഫായിലില്ലാതെ ഒരൊറ്റ ഫീലും ഉണ്ടാവില്ല. അപ്പൊ മജ്ഹൂലിനും ഫായിൽ വേണം, മഅറൂഫിനും ഫായിൽ വേണം. പക്ഷെ മജ്ഹൂലിന് ഫായിൽ വരാൻ പറ്റൂലല്ലോ, ഫായിൽ അറിയപ്പെടാത്തതിനല്ലേ മജ്ഹൂൽ വേണം. അപ്പൊ അതിന് സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ ഫീൽഡ് ബന്ധപ്പെടുന്ന മഫൂലിനെ ഫായിലിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. നിയമം. പുഴ ഒഴുകുന്നു എന്ന് പറഞ്ഞു, ശരിയാണോ? എങ്ങനെ ഒഴുകണേ? പുഴ എങ്ങനെ ഒഴുകും? വെള്ളമല്ലേ ഒഴുകുന്നത്? വെള്ളം തുറന്നാന്ന് പറഞ്ഞു, ശരിയാണോ? ഇങ്ങനെ രണ്ടും പാടെ ശരിയാവില്ല. ഒന്നിരിക്കെ ശരി, അല്ലെങ്കിൽ തെറ്റ്. ആ, ഇനി വേറെ ഒന്നുകൂടി പറയാം. ജ്യൂസ് അടിച്ചു എന്ന് പറഞ്ഞു, ശരിയാണോ? എങ്ങനെ ജ്യൂസ് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ജ്യൂസ് ഓൾറെഡി ആയില്ല. ഇനിയിപ്പോ മിക്സിയിലിട്ട് അടിക്കണം? വേണ്ട. അപ്പോ അതൊരു അതാണ് പറയുന്നത്, നമ്മുടെ പ്രയോഗം ഹക്കീക്കത്ത് അല്ലാതെ പറയലാണ് കൂടുതലും. ഹക്കീക്കത്ത് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറയാം, എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. വിശന്ന് കുടല് കരിയുന്നു, ഇതിലേതാണ് നമ്മൾ സാധാരണ പറയാം? അങ്ങനെ പറയാം. ഉമ്മ വിശന്ന് അതെ, അതെ, നമ്മൾ പൈച്ചും മലപ്പുറത്തുകാർ പൈച്ചുണ്ട് എന്ന് പറയും. ഓക്കെ, ഞാനതല്ല പറഞ്ഞേ. നല്ല വിശപ്പുണ്ടെന്ന് കാണിക്കാൻ മറ്റേ അതറബി നമ്മൾ പറയുമ്പോഴെന്താ പറയാ? സാധാരണ എന്താ പറയാ? ഇനി അത് പോട്ടെ, UDF വിജയിച്ചു എന്ന് പറഞ്ഞു. UDF വിജയിച്ചിട്ട് അല്ലല്ലോ. UDF എന്നുള്ള ആ ഫ്രണ്ടിൽ മത്സരിച്ച MLA വിജയിച്ചു. കേരളത്തിന് കനത്ത പ്രഹരം. കേരളത്തിന് ആരടിച്ച്? അടിച്ചുക്കണ? ഞാൻ മലപ്പുറത്തോട് സംസാരിച്ചു. നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ പത്രം വായിക്കുന്നു. ഇതിപ്പോ എൻ്റെ കയ്യിൽ മീറ്റിങ്ങിൽ പൊട്ടിത്തെറി. എന്ത് പൊട്ടിത്തെറിയാ? ആളുകൾ പൊട്ടിത്തെറിക്കും. ഇത് പത്രത്തിൽ ഏത് നോക്കിയാലും ഇങ്ങനെയുള്ള പദങ്ങളും പ്രയോഗങ്ങളായിരിക്കും. അതാണ് കൂടുതലുണ്ടാകുക. അതേപോലെയാണ് ഈ മജ്ഹൂലിൽ. അത് ഉദാഹരണം പറയാം. ഇത് നമ്മൾ ഇൽമുൽ ബലാഗ, ഇൽമുൽ ബയാൻ എന്നുള്ള ഒരു കിതാബ് ഓതും. അതിൽ ഈ വിഷയം വിശദീകരിച്ച് പറയും. എനിക്ക് മനസ്സിലാവാൻ വേണ്ടി പറയണേ. അപ്പം നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആശയം അതിൻ്റെ തീവ്രത അനുസരിച്ച് പ്രകടിപ്പിക്കാൻ വേണ്ടി പല പ്രയോഗം നടത്തും. അത് ഹക്കീക്കത്തിനേക്കാൾ കൂടുതൽ മജാസാണ് പറയാൻ. ഇപ്പോൾ IPL കളി നടന്നുകൊണ്ടിരിക്കുകയാണ്, ചെന്നൈ തകർന്നു.
ചെന്നൈ തകർന്നു. മുംബൈ മുംബൈക്ക് ജീവൻ മരണ പോരാട്ടം ഇന്നത്തെ പത്രത്തിൽ കണ്ട. മുംബൈക്ക് രാജസ്ഥാൻ എന്താ വേറെന്താ പറഞ്ഞത്? രാജസ്ഥാൻ എന്താ പ്ലേ ഓഫിനോ അങ്ങനെ തോന്നുന്നു. ഇതൊക്കെ ചേർക്കേണ്ടതിലേക്കല്ല ചേർത്തിക്കണെന്ന് അതാ പറഞ്ഞ ഞാൻ. ഹക്കീക്കത്തിനെതിരാണ്. ഹക്കീക്കത്തായത് എന്താണ്? ചെന്നൈ കളിയിൽ തോറ്റു അത് പറഞ്ഞ പത്രത്തിൽ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? ഇവനെ എവിടുന്ന വരുന്നത്? നേരെ മുറിച്ചോ, ചെന്നൈ തകർന്നു. അയ്യോ. രണ്ടാമത് പിണറായി സർക്കാർ വന്ന സമയത്ത് പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു, മിന്നൽ പിണറായി എന്നുണ്ട്. നിങ്ങൾ ഓർക്കൊന്നും പറയില്ല. മിന്നൽ പിണറായി. അതൊക്കെ മിന്നലും പിണറും, മിന്നൽ പിണർ എന്നല്ലേ നമ്മൾ പറയാം. അതൊന്നിച്ച് അങ്ങനെ ആക്കി പറഞ്ഞു. ഒരു പത്രത്തിന്റെ പരസ്യം കിട്ടും. ആ പത്രത്തിന്റെ പേര് ചോദിക്കരുത്, എനിക്ക് ഓർമ്മല്ല. നേരറിയാൻ നേരത്തെ അറിയാൻ, അതൊരു പത്രത്തിന്റെ പരസ്യം, ക്യാപ്ഷനാണ്. അപ്പൊ അതിന്റെ അപ്പുറത്ത് തന്നെ മറ്റേ പത്രക്കാർ പോയി ബോർഡ് വെച്ച്, നേരത്തെ അറിഞ്ഞത് നേരാണോ എന്നറിയാൻ. മലപ്പുറത്തൊരു വലിയൊരു ടെക്സ്റ്റൈൽസ് കടണ്ട്, ഫാമിലി, അറിയില്ലേ? പെരുന്തമണ്ണ കണ്ടു. എന്റെ ഇഷ്ടം എന്റെ ഫാമിലിക്ക് അറിയാം. അതിന്റെ അപ്പുറത്ത് എന്ത്, 10-30 കൊല്ലായി നമ്മളൊരു ഫാമിലി അല്ലേ? അത് അതാണ് നമ്മൾ പറഞ്ഞത്. ഈ സംസാരത്തിലും പ്രയോഗത്തിലൊക്കെ സിഹിറുണ്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കുറെ ആളുകൾ എന്താകുന്നത്, വാക്കിൽ പെട്ടുപോകണം. ചില ആളുകൾ സംസാരിച്ചാൽ അയാളെ ഇതിനോട് മയങ്ങി പോകുമല്ലോ. ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഈ എക്സിക്യൂട്ടീവുകൾ വരും, ചായപ്പൊടി വിൽക്കാനും ഇതിനൊക്കെ. നമ്മൾ ആദ്യം വേണ്ടാന്ന് പറയും, മാർക്കുണ്ട് പറഞ്ഞിട്ട്. അതിൽ അവര് പറയുന്നത്, ഞാനിതൊന്ന് കാണിച്ചു തരട്ടെ, കണ്ടിട്ട് നിങ്ങൾ പറയുന്നത്, എന്നിട്ടോ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. അവരെ വാക്കിൻ്റെതാണ് അത്. വിശദീകരണത്തിൽ എന്തുണ്ട്, സിഹിറുണ്ട് പറഞ്ഞു. അങ്ങനെ അതൊരു രസമാണ്. അത് നമ്മൾ ഈ തഫ്സീറൊക്കെ ഓതുമ്പോൾ നമ്മളിങ്ങനെ പറയാ, ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പറയും. അവൻ പുലിയാണ് എന്ന് പറയും അല്ലേ? അവൻ പുലിയാണ്, അതിൻ്റെ അർത്ഥം എന്താ? അവന് വാലുണ്ട് എന്നാ? ആൾക്ക് നല്ല ധൈര്യമുണ്ട്, ഓനൊരു സിംഹമാണ്. അപ്പം പോയി നോക്കണം, എവിടെ ഓൻ്റെ സട, എവിടെ ഓൻ്റെ വാല്, എവിടെ ഓൻ്റെ പല്ല്, അങ്ങനെയല്ല. ആ വലങ്ക, അത് ഇങ്ങനത്തെ പ്രയോഗങ്ങളെ കൂടുതൽ ഉണ്ടാകുക. നമ്മൾ സംസാരത്തിൽ തന്നെ അതേ ഉണ്ടാകുക. അത് നോക്കിയിരുന്നു. അതെ, അങ്ങനെയൊക്കെ നമ്മുടെ അത് ആ ഒരു ക്യാപ്ഷന് വേറെയാണ്. അങ്ങനത്തെ ഒരു ഇത് കിട്ടുന്നതുണ്ടല്ലോ. അങ്ങനെ ഒരു പ്രയോഗം നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാനസികമായൊരു സുഖമുണ്ട്. അതാണ് ഈ സാഹിത്യം. സാഹിത്യം എന്ന് പറഞ്ഞാൽ അതാണ്. എല്ലാം ഉള്ളതുപോലെ പറയല്ല. ചിലർ പറയും ഞാൻ അങ്ങനെ ഒക്കെ വെട്ടി തുറന്ന് പറയുന്ന ആളാണ്, ഓനൊരു ബൈക്ക് പറ്റൂല, ഒന്നിനും കൊണ്ടാൻ പറ്റില്ല, ഓനോനും എടുക്കും കൊണ്ടുപോയി. ഞാൻ സത്യമായിട്ട് പറയും, ഇത് മിണ്ടാതെ അവിടെ ഇരുന്നാൽ മതി. ഓനക്ക് ഒരാളും കൂട്ടുകാരുണ്ടാവില്ല. അപ്പൊ ഉള്ളതൊക്കെ പാടെ പറയാനുള്ളതല്ല, നമ്മൾ പറയണതൊക്കെ ഉള്ളതാവണമെന്നേ ഉള്ളൂ. ഉള്ളതെല്ലാം പറയാൻ നിന്നാലോ തീരുമോ? അപ്പൊ ചുരുക്കത്തിൽ എവിടുന്ന പുറത്ത് നമ്മളാണ് പോയത്. പുഴ ഒഴുകുന്നു. പുഴയല്ല ഒഴുകുന്നത്, വെള്ളം പുഴയിലൂടെ ഒഴുകുകയാണ്. അവന്റെ പകൽ നോമ്പുകാരനാണ്, പകലല്ല നോമ്പുകാരൻ, അവനാണ് നോമ്പ് നോക്കുന്നത്. അവൻ പകൽ സമയത്ത് നോമ്പ് നോക്കുന്നതാണ്. അപ്പൊ അവനെ കുറിച്ച് പറയും, അവന്റെ പകൽ നോമ്പുകാരൻ. അവന്റെ കുപ്പായം വീതിയുള്ളതാണ്. അപ്പൊ അടി കിട്ടൂല, അവിടെ തടിയാന്ന് വിളിച്ചു. അപ്പൊ ചിലപ്പോൾ ഒരു അടി കിട്ടിയെന്ന് വരും.
എൻ്റെ കുപ്പായ നല്ല വീതി ഉണ്ടല്ലോ. അപ്പം അടി കിട്ടുമോ? അപ്പം അടി കിട്ടിയൊന്നുമില്ല. അവിടെ തടിയാ, എന്തൊരു തടിയാടാ നീ. സംഗതി രണ്ടും ഒന്ന് തന്നെയാണ്. നിൻ്റെ വാപ്പ എന്ന് പറയുമ്പോൾ നിൻ്റെ വാപ്പാൻ്റെ തല എന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ അത് മുഴുവനാക്കാൻ കഴിയുന്നതിന് മുമ്പേ തന്നെ അടി കിട്ടും. നിൻ്റെ പിതാവിൻ്റെ ശിരസ് എന്ന് പറയും. അപ്പോൾ അത് സംഗതി സംഗതി രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ അത് പറഞ്ഞോടത്തുള്ള വ്യത്യാസം. ഇതേ രൂപത്തിൽ എന്താ ശംസുഖ് എന്താ പറഞ്ഞേ? അപ്പോ അതേപോലെ ശരിക്കും ഒരു ഫീല് വന്നാൽ അതിൻ്റെ ഒറിജിനൽ ഫായിൽ വരികയാണ് വേണ്ടത്. അപ്പോൾ മജ്ഹൂല് വന്നാലോ, അപ്പോൾ ഫീലിനെ എന്ത് ചെയ്യും? ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് വേറൊരു സ്ഥാനത്ത് നിർത്തും. എന്തിനെങ്കിലും നിർത്തിയാൽ പോരാ, അതുമായിട്ട് ബന്ധമുള്ളത് വേണം. അപ്പോൾ ബന്ധമുള്ളതിനെ നിർത്തി, മഫൂലിനെ ഇതിക്ക് നിർത്തി, മഫൂലിനെ ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് നിർത്തി. അപ്പോൾ ഹക്കീക്കത്തിനെതിരായി അത്. ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് ഹക്കീക്കത്തിനെതിരെ പറയലും അതാണ് ഹക്കീക്കത്തിനേക്കാളും നല്ലത് നമ്മളെ മനസ്സിലുണ്ടാവുക. ഞാൻ അന്നൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. അവൻ്റെ വീട്ടിൽ 800 അധികരിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ റാഫിക്ക? അവൻ്റെ വീട്ടിൽ 800 അധികരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ ഉദ്ദേശം എന്താ? അവൻ്റെ വീട്ടിൽ ധാരാളം വിറക് കത്തിക്കുന്നുണ്ട്. അവൻ്റെ വീട്ടിൽ വിറക് കത്തിക്കണമെങ്കിൽ ഒരുപാട് അതിഥികൾ വരുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവൻ വിറക് ധാരാളം കത്തിക്കുന്നുണ്ട്. അപ്പോൾ 800 ഉണ്ടാകുന്നുണ്ട്. ആ 800 അധികരിച്ചവനാണ് എന്ന് പറഞ്ഞാൽ അവൻ സൽക്കാരപ്രിയനാണ്, എല്ലാവരും സൽക്കരിക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെ ഒരു പ്രയോഗം. അപ്പം അതേപോലെ ഇവിടെയും അതന്നെ. കുറച്ച് സമയമായല്ലോ. മറ്റേ ക്ലാസ്സിനുണ്ടാവലുണ്ടോ ഫിക്കിൻ്റെ? എവിടെ? അല്ലല്ല, മൂപ്പര് വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ വിളിച്ചോക്കാം. നമ്മൾ ആ ഷദ്ദുള്ള നൂനിനെ കുറിച്ചാണ്, തൗക്കീദിന്റെ നൂനിനെ കുറിച്ചാണ് പറഞ്ഞില്ലേ? ഖഫീഫയായ നൂന് വന്നാണത്. ലിയഫ് അലൻ, അതെല്ലാത്തിലും വരില്ല. ലിയഫ് അലൻ, ലിയഫ് അലുൻ, ലിയഫ് അലാൻ എന്നുള്ളിടത്ത് വരില്ല. തസ്നിയയിൽ വരില്ല. എന്താ വരാത്തത്? അവിടെ 2 സുക്കൂൻ ഒരുമിച്ച് വരും. 2 സുക്കൂനുകൾ ഒരുമിച്ച് വന്നാൽ ഒന്നിനെ കളയണം എന്നാണ്. അപ്പോൾ അലിഫിനെ കളഞ്ഞാൽ പിന്നെ ലിയഫ് അലൻ തന്നെ ആയി. അപ്പോൾ ലിയഫ് അലൻ, ലിയഫ് അലുൻ, ലിതഫ് അലൻ. ഇതിൻ്റെ അർത്ഥം തന്നെ കേട്ടോ. ലിയഫ് അലൻ, തീർച്ചയായും അവൻ പ്രവർത്തിക്കട്ടെ. ലിയഫ് അലുൻ, തീർച്ചയായും അവർ കുറേ പുരുഷന്മാർ പ്രവർത്തിക്കട്ടെ. ലിതഫ് അലൻ, തീർച്ചയായും അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കട്ടെ. പിന്നെ തൈക്കീദിന്റെ നൂന് ചേർന്ന് വന്നതാവില്ല, മറ്റേതാവുള്ളൂ. തൈക്കീദിന്റെ നൂന് ഖഫീഫയായ നൂന് ചേർന്ന് വരുമ്പോൾ ലിയഫ് അലാൻ എന്ന് പറയേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യേണ്ടത്? 2 സുക്കൂൻ ഒരുമിച്ച് വരും. 2 സുക്കൂൻ ഒരുമിച്ച് വരല അറബി ഭാഷയിൽ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഒന്നിനെ കളയണം. അപ്പൊ അലിഫിന് ഈ തൈക്കീത് പറ്റൂല, മറ്റേത് പറ്റും. അവിടെ 2 സുക്കൂൻ ഉണ്ട് കേട്ടാ. വാദ് നീട്ടുമ്പോഴും പിന്നെ ലീൻ എന്ന് പറയുമ്പോൾ ലാമിൻ്റെ ഒരു സുക്കൂൻ ഉണ്ട്. അവിടെ കളയില്ല. കാരണം അത് മദ്ദക്ഷരത്തിന് ശേഷം ഇദ്ഗാമിൻ്റെ അക്ഷരം വന്നാൽ വരും, കുഴപ്പമില്ല. ഇദ്ഗാമിൻ്റെ അക്ഷരം വന്നിക്കുകയാണെങ്കിൽ അങ്ങനെ സുക്കൂൻ ഒരുമിച്ച് വന്നാൽ കുഴപ്പമില്ല. ഇഫ് അലൻ, ഇഫ് അലുൻ, ഇഫ് അലിൻ.
ഇഫ് അൽ, ഇഫ് അല, ഇഫ് അലു, ഇഫ് അലി, ഇഫ് അല, ഇഫ് അൽന. ഇതിന് മൂന്നെണ്ണേനെ ഏത് വരുള്ളൂ? ഖഫീഫയായ നൂൻ വരുള്ളൂ. ഇഫ് അലൻ, ഇഫ് അലുൻ, ഇഫ് അലിൻ. തസ്നിയയിലും വരില്ല, ജമ്മിലും വരില്ല, ജമ്മു മുഅന്നസിലും വരില്ല. സുബൈർ ക്ലിയർ ആണോ? ദ്വിവചനം രണ്ടെണ്ണം ഉള്ളത്. ഇഫ് അൽ, ഇഫ് അല, ഇഫ് അലു, ഇഫ് അലി, ഇഫ് അല, ഇഫ് അൽന എന്നാണ് അംബർ നമ്മൾ പഠിച്ചത്. അംബർ ഹാലർ പഠിച്ചത്, മുമ്പിലുള്ള ആളുകളുള്ള കൽപ്പന. അത് 6 ഫോംസാണ്. പക്ഷെ ഇതിൽ നമ്മൾ ഈ നൂന്, ഈ ഖഫീഫയായ നൂന് ചേർന്ന് വന്നപ്പോൾ 3 ഫോംസായി ചുരുങ്ങി. അത് കാരണം തസ്നിയ 2 ഉണ്ട്. ആ 2 ഈ നൂന് വരില്ല. പിന്നെ ജംഉ മുഅന്നസിലും വരില്ല, ജമ്മു മുഅന്നസിലും. അപ്പോൾ 2 1 3 6 3 പോയാൽ 3 ബാക്കി 3 ഇവിടെ ഉള്ളത്. ഇഫ് അലൻ, ഇഫ് അലു. ആ ഈ നൂന് വന്നാലോ ഇതിന്റെ അർത്ഥം ഒരു സ്ട്രോങ് കിട്ടും. അലൻ തീർച്ചയായും നീ പ്രവർത്തിക്കുന്ന അർത്ഥം വരും. ജമ്മു മുഅന്നസിനല്ല, ജമ്മു മുദക്കറിന് വരുള്ളൂ. ഇഫ് അലുന്ന് വരും. ജമ്മു മുഅന്നസിൽ വരില്ല. ജമ്മു മുഅന്നസിൽ എന്താ വരിക? ഇഫ് അൽ നൻ എന്ന് വരിക. ഇഫ് അൽ നൻ അല്ലേ വരിക. അത് പോകില്ലല്ലോ, അത് പോകാൻ പറ്റും. ആ നൂന് കളയാൻ പറ്റൂല. അപ്പോൾ 2 നൂനുകൾ അടുപ്പിച്ച് വരും. അത് അനാവശ്യമായ വരില്ല, അതുകൊണ്ട് അത് പോകും. മറ്റേ നൂന് വരും, തഖീലാൻ നൂന് വരും. ഇഫ് അലന്ന, ഇഫ് അലാന്നി, ഇഫ് അലുന്ന, ഇഫ് അലിന്ന, ഇഫ് അലാന്നി, ഇഫ് അൽനാന്നി. ഇത് വരുമ്പോ ഈ 3 വരുള്ളൂ. ഖഫീഫയായ നൂന് ഈ 3 വരും. എന്താ സുബൈർ എന്താ ചോദിച്ചേ? ഇതിന് ഖഫീഫ് തൈക്കീദിന്റെ നൂന് 2. ഖഫീഫയായ നൂനാണിത്. ഖഫീഫയായ നൂൻ പറഞ്ഞാൽ ഷദ്ദില്ലാത്തത്. മറ്റേത് സഖീലയായ നൂൻ, ഭാരമുള്ളത്, ഷദ്ദുള്ളത്. നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഇത് ഭാരല്ലാത്ത ഒറ്റ നൂൻ. ഇത് സിംഗിൾ നൂനാണ്. അതിൽ 2 നൂന് വരും. സഖീലയിൽ 2 നൂന് വരും. ഒന്ന് സുക്കൂണുള്ള നൂനും വരും, പിന്നെ ഹർക്കത്തുള്ള നൂനും വരും. ഇവിടെ സുക്കൂണുള്ളത് മാത്രമേ ഉള്ളൂ. ലായ ഏത്? ഇതിനേക്കാളും സ്ട്രോങ്ങും മീനിങ് കൂടും അതിന്. ഇഫ് അലന്ന എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ്, അർത്ഥത്തിൽ കുറച്ച് വ്യത്യാസം വരും. സ്ട്രോങ് കൂടും, തൈക്കീത് കൂടും. ഇതിനും തൈക്കീതുണ്ട്. ഇഫ് അൽ എന്ന് പറയുന്നതിനേക്കാളും തൈക്കീത് ഇഫ് അലൻ എന്നുള്ളതിനുണ്ട്. അതിനേക്കാളും തൈക്കീത് ഇഫ് അലന്ന എന്നുള്ളതിനുണ്ട്. നമ്മളൊന്ന് ഒന്ന് ഇഫ് അൽ എന്ന് പറഞ്ഞാൽ നീ പ്രവർത്തിക്കുക. ഇഫ് അലൻ നീ തീർച്ചയായും പ്രവർത്തിക്കുക. ഇഫ് അലന്ന നീ തീർച്ചയായും ഒന്നുകൂടി ശക്തി കൊടുക്കുക. നിർബന്ധമായും പ്രവർത്തിക്കുക. തീർച്ചയായും നിർബന്ധമായും പ്രവർത്തിക്കുക. അതെ, അതെപ്പോഴാ വരിക? നമ്മൾ ഇതേ രൂപത്തിലാണ്, ആള് കേൾക്കാതിരിക്കുമ്പോഴാണ് വരിക. നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു അവിടെ ചെയ്യടാന്ന് പറഞ്ഞു. അപ്പോൾ മെയിൻ ആക്കിയതാ, ചെയ്തോ അതാനക്ക് നല്ലത് പറഞ്ഞു. പിന്നെ ചെയ്യടാ എൻ്റെ സ്വഭാവം മാറും എന്ന് പറയില്ല. ആ ഒരു ഘട്ടത്തിലൊക്കെയാണ് അത് പറയാം. അതെ, ആ ഘട്ടത്തിൽ. ഇതിന് അമ്രിലൊക്കെ വളരെ അപൂർവങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ മുദാരിയിലൊക്കെ എപ്പോഴും വരും. ഈ തൈക്കീത് ചെയ്യുമ്പോഴേ, ഉദാഹരണം പറയാം, അവിടെ ഉസ്താദ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദൊന്നുമില്ല. ഉണ്ടടാ അവിടെ ഉസ്താദ് എന്താ വന്നിക്കണൂന്ന്. അപ്പോൾ പിന്നെ ഒന്നുകൂടി സ്ട്രോങ് കൂടും. ഇല്ല ഉണ്ടെങ്കിൽ അവിടെ തെളിവ് ചെരുപ്പൊക്കെ കാണണ്ടേ. ആ ഉസ്താദ് വന്നിക്കണു, അവിടെ ഷൂ ഇട്ടിട്ടാ ഉസ്താദ് വന്നിട്ടുള്ളത്. ഉസ്താദ് ഉള്ളിലാണെങ്കിൽ വാ വന്ന് നോക്ക്, ഞാൻ കാണിച്ചു തരാം.
അങ്ങനൊക്കെ പറയേണ്ട സമയത്തൊക്കെ ഇത് ഈ നൂന് ഇതൊക്കെ ഉപയോഗിച്ചു. ഏത് അത് പിന്നെ മാദിയിലാണ് വരിക. നമ്മൾ സാധാരണ ഈ പറഞ്ഞ നൂന് മുസ്തഖ്ബില ഭാവിയിലെ വരിക. ഞാൻ വരും, ഉദാഹരണം ഞാൻ എഴുതും, ല അക്തുബന്ന ഞാൻ എഴുതുക തന്നെ ചെയ്യും, ല അക്തുബൻ ഞാൻ എഴുതും, തീർച്ചയായും ഞാൻ എഴുതും, ല അക്തുബന്ന ഞാൻ എഴുതു തന്നെ ചെയ്യും. അത് രണ്ടും മുതാരിയിൽ ലാ വരും. ല വല്ലാഹി ല അഫ്അലന്ന കദ ഞാൻ ഇന്നാൽ ഇന്നത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവാണ് സത്യം. വല്ലാഹി മാദിയില് ലാ വരില്ല. മാദിയിൽ നമ്മൾ തൈക്കീതാക്കൂലല്ലോ, തൈക്കീതാക്കേണ്ട ആവശ്യം വരും ചിലപ്പോ ഇങ്ങനെയൊക്കെ വരും. അപ്പൊ കത് കത് ജാ എന്ന് പറയാം. കത് ജാ കത് ജാ തീർച്ചയായും ഇത് നമ്മൾ ഇസ്തിഖ്ബാലിലാണ് കൂടുതൽ വരിക. അതിലല്ല നമ്മൾ തൈക്കീതാക്കേണ്ടി കൂടുതൽ വരുള്ളൂ. മറ്റേ പിന്നെ ഓൾറെഡി അവിടെ വന്ന് കഴിഞ്ഞ എനിക്ക് കൂടുതൽ ഭാവി ഭാവി ഇത് നെഹിയൻ്റെയും മൂന്നെണ്ണേ വരുള്ളൂ. ലായഫ് അലൻ, ലായഫ് അലുൻ, ലാ തഫ് അലൻ. അതിലെന്ത് വരില്ല? തസ്നിയകൾ രണ്ടെണ്ണം വരില്ല, ജമു മനസ്സും വരില്ല. ഇവിടെയാണ് തന്നെ ലാ തഫ് അലൻ, ലാ തഫ് അലുൻ, ലാ തഫ് അലൻ. ഇവിടെയും എന്താണ്? ജമു തസ്നിയയിൽ രണ്ടെണ്ണത്തിൽ വരില്ല, ജമു മനസ്സിൽ വരും. യെസ്, മതി. നാളെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. മീസാന് റിവിഷൻ നാളെ കംപ്ലീറ്റ് ചെയ്തിട്ട് അജ്നാസിലേക്ക് കടക്കാം. ഇസ്മു ഫായിലാണ് നമ്മളിത് പറഞ്ഞ തന്നെയാണ്. ഇതിൽ കുറച്ച് ബാക്കുണ്ട്, അത് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ഷംസുക ക്ലിയർ അല്ലേ? കടടച്ചോ? ഇൻഷാ അല്ലാഹ് ഇത് മനസ്സിലാവാത്ത ഒന്ന് ചോദിച്ചാൽ മതി, നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. നമ്മളിനി നേരെ ഇതിലേക്ക് കടക്കും, അജ്നാസിലേക്ക് കടക്കും. ജഞ്ചാനിലേക്കൊക്കെ ആകുമ്പോൾ ക്ലിയർ ആവും. ഈ സർഫാകുന്ന രൂപം നമ്മൾ സർഫാക്കിയിട്ട് തന്നെ ക്ലാസ്സിന് പോകും. ഇതിൽ സർഫാക്കുകയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പറയുന്ന ഫീലുകൾ സർഫാക്കിയിട്ട് പറയണം. ഇതിൽ പ്രാക്ടിക്കലാണ് കൂടുതൽ ഉണ്ടാവുക. ഇത് നമ്മൾ ഫിഖ്ഹും തഫ്സീറും ഹദീസൊക്കെ കേൾക്കുന്ന ഒരു രൂപത്തിൽ നമുക്ക് കഴിയില്ല. ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തിട്ട് തന്നെ പോകണം, എന്നാലും നമുക്ക് മറക്കാതിരിക്കുള്ളൂ. നമുക്ക് ഖുർആൻ ഒരു കുറച്ച് ഇങ്ങനെ പറയും, പിന്നെ സർഫാക്കേണ്ട രൂപം പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും സർഫാക്കിയിട്ട് കേൾപ്പിക്കണം ഇൻഷാ അല്ലാഹ്. സമയം കുറച്ച് വൈകി, അപ്പോൾ കുറച്ച് വൈകി, ഒരു അരമണിക്കൂറോളം വൈകി, കുറച്ച് വൈകിട്ടാണ് തുടങ്ങിയത്. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ارزقنا حج بيتك الحرم وزيارة روضة النبي صلى الله عليه وسلم في العمر مرارا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല